കൊല്ലം നിലമേലിലെ അപകടത്തിൽപ്പെട്ട സ്കൂൾ ബസിന്റെ ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവച്ച നിലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് കണ്ടെത്തൽ. സ്കൂൾ ബസിന്റെ മോശം അവസ്ഥയാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഡ്രൈവറുടെ വിശദമായ മൊഴിയെടുക്കും. തോന്നുന്നത് ആ ഡിഫറൻഷ്യൽ യൂണിറ്റോട് ചേർന്നുള്ള രണ്ട് ഷോക്കുകളിലോ ഒന്നിന്റെ മൗണ്ടിങ്ങിന് അത് പുറത്തോട്ട് ചാടി നിൽക്കുന്നത്, അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവരത് ചെയ്ത് വെച്ചായിരിക്കും. എന്നാലും അതൊരു ഇംപ്രോപ്പർ മെയിൻ്റനൻസ് രീതിയാണ്. അതൊരു അലംഭാവം അവരുടെ അതോറിറ്റീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2012 മുകളിൽ വണ്ടിയാണ്. 2012 മുകളിലെന്ന് പറയുമ്പോൾ അതിൻ്റെ 13 വർഷത്തെ പഴക്കം. അതൊരു ഒരുപാട് വലിയ പഴക്കമൊന്നും പറയാനും പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഉണ്ട്. പിന്നെ ബ്രേക്കിന്റെ കാര്യത്തിൽ പറയാൻ ഇദ്ദേഹം ഒരു 72 വയസ്സ് പ്രായമുള്ള ഒരാളാണ് വണ്ടി ഓടിച്ചിരുന്നെന്ന് അറിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കണം. അദ്ദേഹം ഇതിന് മുൻപ് ഇങ്ങനെ അപകടം ഉണ്ടാക്കിയിട്ടുള്ളതാണോ, അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം ഇഞ്ചേർഡ് ആയതുകൊണ്ട് നേരിട്ട് അദ്ദേഹത്തിന്റെ മൊഴി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ലിജോ റോളൻസ് ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, വലിയ ഗുരുതരമായ ഒരു വീഴ്ച സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. പ്രാഥമിക നിഗമനം എന്താണ്? ജീന, ഉച്ചയ്ക്ക് സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ വീടുകളിലേക്ക് ആക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ബസ്സിൽ കൊണ്ടുപോയിരുന്നത്. ഈ ബസ്സിൽ കുട്ടികളെ വീട്ടിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു കയറ്റം കയറുന്ന അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പാപ്പാരം വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 25 പേർക്കാണ് ചെറുതും വലുതുമായ പരിക്കേറ്റത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ വശത്തേക്ക് മാറിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു എന്നായിരുന്നു നിഗമനമെങ്കിൽ അത്തരത്തിൽ തന്നെയാകാം. പക്ഷെ അതിലേക്ക് നയിച്ച കാര്യങ്ങളാണ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പ്രധാനമായി കണ്ടെത്തിയിരിക്കുന്ന പോരായ്മകൾ എന്ന് പറയുന്നത് ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി പോലുള്ള ഒരു കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. അതായത് കൃത്യമായ മെയിന്റനൻസ് ആ വണ്ടിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പരിശോധന നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് സംവിധാനം എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. 12 വർഷം പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം അതിന്റെ ആ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ സ്കൂളിന്റെ ഭാഗത്ത് ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഉണ്ടായ വീഴ്ച അപകടത്തിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഡ്രൈവറുടെ വിശദമായ മൊഴി എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ വാഹനം വിശദമായി പരിശോധിക്കുക. എന്തായാലും മറ്റ് ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള പേപ്പറുകളെല്ലാം കൃത്യമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 25ഓളം പേരാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അതിൽ ചെറിയ നിസ്സാര പരിക്കേറ്റ പലരും ഡിസ്ചാർജ് വാങ്ങി വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ജീന, ശരി. ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും.